ഫോണില് എന്റെ ഒരു ഫ്രണ്ടാ. നിന്റെ മുഖത്തെന്താ ഒരു പരിഭ്രമം? ഓടി. കൂടുതൽ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും അടുത്തിടെയെങ്ങും നിങ്ങൾ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇനിയിപ്പോ ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾ വർക്ക്ഷോപ്പ് തുറന്ന് പണി തുടങ്ങാനും പോകുന്നില്ല. ഹരി, ആ ഫോട്ടോയ്ക്കും കൊടുത്തു വിട്ടായിരുന്നോ? ഒരാഴ്ചയല്ലേ പണി തീർന്നു കിടക്കുന്നു. എന്താ രമേശ്, വണ്ടിക്ക് മൊത്തത്തിൽ മിസ്റ്റേക്കാ. ചില സമയത്ത് സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഒന്ന് നോക്കി സുധാകരൻ. നോക്കാം. ഒരു മിസ്സിംഗ്, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, അതൊക്കെ ജീവിതത്തിലുണ്ട്. 64 മിടിപ്പുകൾക്ക് ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്ന യന്ത്രം. ഈ ഫിലോസഫി ഒന്ന് നിർത്തിക്കൂടെ സിദ്ധാർത്ഥന്? നിർത്താം. എന്നിട്ടേ രസകരമായ ഒരു കാര്യം പറയാം. അതെന്താ? SP ഹരിശങ്കറിന്റെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. അതുമാത്രമല്ല, ഹാഫ് ക്ലച്ചിൽ കൂടുതൽ റേസ് ചെയ്യുന്നുണ്ട് അയാൾ. ഇവരവിടെ ചെന്ന് സംസാരിച്ച് അവളെ ഇറക്കിക്കൊണ്ട് വരട്ടെ. എനിക്ക് അത്രയ്ക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. എന്റെ ശേഷാരനാ ഹരിശങ്കരൻ. അവനല്ലേ എനിക്ക് പ്രധാനം. ചുമ്മാ തിരുതള്ളേ. വകയിൽ ഏതോ ഒരു അമ്മായിയുടെ മകന്റെ മകളുടെ മകനോ, അത്രയല്ലേ ഉള്ളു ബന്ധം. എന്റെ വീടുമായിട്ടുള്ള ബന്ധം അതാണോ? എന്റെ അച്ഛനല്ലേ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നോക്കി നടത്തിയത്? അത് വെറുതെ ഒന്നുമല്ല. പണ്ട് അങ്ങേർക്കേ എന്നോടുണ്ടായിരുന്ന ഒരു പൂതി. എന്നെ ചീത്ത വിളിക്കുന്ന ഒരു ശീലമുണ്ട് DGPക്ക്. ഞാൻ എന്ത് വേണം? സാറിന് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണല്ലോ സാർ. ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആളെ കണ്ടുപിടിക്കല്ലേ വേണ്ടത്. സാർ, എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. വാണ്ടഡ് ക്രിമിനൽ എന്ന് കാണിച്ച് അവന്റെ ഫോട്ടോയും മേലുവിലാസവും സഹിതം നെറ്റ് വഴി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സാർ. കേരളത്തിലെന്നല്ല, ലോകത്തെവിടെ പോയാലും അവനെ രക്ഷപ്പെടാൻ കഴിയില്ല സാർ. ഇത് എന്താ നന്ദായത്? പിന്നെ അവൻ എവിടെ പോയി? എന്റെ സംശയം അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. പകരത്തിന് പകരം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിലോ? എങ്കിൽ ജഡം കിട്ടേണ്ടതല്ലേ? ജഡം ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ സാർ? അല്ലെങ്കിൽ വല്ല കയത്തിലോ കടലിലോ കെട്ടിത്താഴ്ത്തിയിട്ടുണ്ടെങ്കിലോ? എങ്കിൽ കേസ് കൂടുതൽ സങ്കീർണമാവുകയല്ലേ ഉള്ളൂ. പിന്നെ നടക്കുന്ന ഒന്നും ഓർമ്മയില്ലല്ലോ. അങ്ങനെ കുറെ അബദ്ധം പറ്റി, കാശും പോയി. അതോടെ നിർത്തി. ഇപ്പൊ ഡീസന്റാ. കണക്കും പറയും. എന്നോട് കണക്ക് പറയേണ്ടി വരില്ല. ഇഷ്ടം പോലെ തന്നിട്ടില്ലേ ഞാൻ? കഴിഞ്ഞ കച്ചവടത്തിന് കിട്ടിയ കാശ് മുഴുവൻ നിനക്കല്ലേ തന്നത്? മുഴുവനൊന്നും അല്ല. നിന്റെ കയ്യിൽ ഇപ്പോഴും നല്ല സമ്പാദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാം അവക്ക് കൊടുക്കാൻ വെച്ചേക്കുമല്ലേ മൈനയ്ക്ക്? അതേടി, എനിക്ക് അവള് ജീവനാ. കെട്ടും നിങ്ങൾ അവളെ, ഇല്ലെങ്കിൽ ഞാൻ കെട്ടത്തില്ല. ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? എടിവെട്ടിവനെ പാമ്പ് കടിച്ചൊന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് മനസ്സിലായില്ല. എന്താണെന്ന് തെളിച്ചു പറ. തെളിച്ചു പറയല്ല, കാണിച്ചു തരാം. അപ്പുറത്തോട്ട് വാ. എന്റെ ഏട്ടാ, ഒന്ന് വാ. ഓഹോ, നിങ്ങളിത് എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരമായേ വന്നിട്ട്. എല്ലാരും ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ അല്ലാതെ വേറെ ആരാ എനിക്കുള്ളത്? എങ്ങനെയെങ്കിലും ഒന്ന് സ്വൈര്യം തരാവോ? സ്വൈര്യം ഞാൻ എന്റെ കൈവെള്ള കൊണ്ട് നടക്കുന്ന ഒരു സാധനമല്ലേ? ചോദിക്കുമ്പോ എടുത്തു തരാൻ. ഒരു കുടുംബത്തിൽ സ്വൈര്യം വേണമെങ്കിൽ എല്ലാവരും വിചാരിക്കണം. ഇതാണോ കുടുംബം? നീ ഈ കാണിക്കുന്ന പോരിനാണോ കുടുംബം എന്ന് പറയുന്നത്? കൈവണ്ടി വലിച്ച് കുടുംബം നടത്തുന്നവരുടെ ജീവിതത്തിലും കാണും ഇതിലും സമാധാനം. കുഴപ്പാവോ? കുഴപ്പാവോന്നല്ല, കുഴപ്പമായി മാഷേ. അവരെ എപ്പ വേണേലും ഇങ്ങോട്ട് കേറി വരാം. അല്ല, ഞാൻ മാറിയുന്ന പോരെ? എടേ, പാതാളത്തെ പോയി ഒളിച്ചാലും മണത്ത് കണ്ടുപിടിക്കുന്ന തള്ളയത്. ശരിക്കും പറഞ്ഞ ഇനി നിന്റെയും എന്റെയും യോഗം പോലിരിക്കും അങ്ങോട്ടുള്ള കരിയർ ഗ്രാഫ്. പെട്ടുപോവും സിദ്ധാർത്ഥ. അതെ,
നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാളാ അവര്.